നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, തുലാവർഷം തുടങ്ങി മുല്ലപ്പെരിയാർ ഡാം തുറന്നു വിട്ടു. പല ഡാമുകളും തുറന്നു തുടങ്ങി. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വെള്ളത്തിലായി എന്ന് പറയുന്നു. ഈ 2018 വെള്ളപ്പൊക്കം എല്ലാവർക്കും അറിയാം. അന്ന് ഇടുക്കി ഡാമൊക്കെ പരമാവധി വെള്ളം സ്റ്റോക്ക് ചെയ്ത് 1 കോടി രൂപയുടെ കരണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പരമാവധി വെള്ളം സ്റ്റോക്ക് ചെയ്തു. അവസരം അന്ന് മന്ത്രി ആരായിരുന്നു? മണി. അന്ന് അതിൻ്റെ ഉപദേശക സമിതി ആളാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ. ജസ്റ്റിസ് രാമേന്ദ്രൻ ആൾക്കൊക്കെ ഡാമിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡാമിൻ്റെ ആ രീതിയെക്കുറിച്ചൊക്കെ അവർ പഠിച്ചത് നിയമമല്ലേ. ഒന്നാമത്തിൽ ഡാമിനെ കുറിച്ച് ശരിക്കറിയാവുന്ന കാര്യമായിട്ട് ആരും തന്നെ ഇന്ത്യയിൽ തന്നെ ഇല്ല. നമ്മൾ ഇടുക്കി ഡാം പണിതാരാണ്? പണിതത് കാനഡയിലെ എഞ്ചിനീയേഴ്സാണ്. അതിന് ഏറ്റവും അട്ടർലി ഫെയിലിയർ ആയിരുന്നു. അത്രയും വലിയ ഡാം കേരളത്തെ പോലെ സംസ്ഥാനം പണിയാൻ പാടില്ലായിരുന്നു. പരമാവധി വലിപ്പത്തിൽ പണിത്. ഇപ്പോൾ എന്തോ വെച്ച് ഭയപ്പെട്ടിരിക്കല്ലേ. എന്തുകൊണ്ട് വെള്ളം സ്റ്റോക്ക് ചെയ്ത് അവസാനം പൊട്ട് കണ്ടപ്പോഴും ഈ വീട്ടുകളെ കൂടി അടിയിലെ അണ്ടർഗ്രൗണ്ടിലെ ടാപ്പല്ലോ അത് തുറന്നു. അതാണ് ഇത്രയും ചെളിവെള്ളം വരാൻ കാരണം. വാസ്തവത്തിൽ LDF അത് കരുതി കൂടി ചെയ്യാൻ നമ്മൾ പറയുന്നില്ല. പക്ഷേ LDF ഒരു ബുദ്ധിമോശം തന്നെയാണ് അത്ര നഷ്ടമുണ്ട് പറ്റിയത്. ഇപ്പോഴും 36, 37, 38, 39 ആകുമ്പോഴേ ഒരു അരയടി അല്ലെങ്കിൽ കാല് ഒരു 4-5 ഇഞ്ച് വെച്ച് അത് തുറന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത്ര വെള്ളം ഇവിടെ കൂടുമോ? ഇല്ല. ഏതാണ്ട് മാക്സിമം 36, 42 ആ റേഞ്ചിലെത്തിയപ്പോഴാണ് തുറക്കാൻ തുടങ്ങിയത്. മണ്ടന്മാരെന്ന് പറയാനാ. എത്ര അപകടം പിടിച്ച മേഖലയാണ് മുല്ലപ്പെരിയാർ എന്നറിയാം. മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്ന സ്ഥലം. ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്ത മേഖല ഇന്ത്യയിലെ മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ്. ഭൂകമ്പ മേഖല കൂടിയാണ്. ഇതുപോട്ടെ, നമ്മൾ വീക്ഷിക്കുന്ന അതൊന്നുമല്ല. അപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്ത്, കാരണം കൊച്ചിയെ സംബന്ധിച്ച് കൊല്ലത്തിൽ 4-5 പ്രാവശ്യം വെള്ളം കയറും. മിക്കാറ് സ്ഥലങ്ങളിൽ വെള്ളം കയറും. അത് സ്വാഭാവികമാണ്. കാരണം കൊച്ചി ഒരു സമതല പ്രദേശമാണല്ലോ, കുന്നൊന്നും ഉള്ളതല്ല. കടലായാലും കായലായിട്ട് അധികം ആഴവും വ്യത്യാസവുമില്ല. പക്ഷേ ആ ഒരു വെയിൻ കിടന്ന് നമ്മൾ പരമാവധി കൊച്ചി മേഖലയിലെ ഈ ചതുപ്പ് നിലയെല്ലാം നികത്തി ഗിരിനഗർ, ഗാന്ധിനഗർ, മറ്റു നഗർ, മർസി നഗർ ഒക്കെ ഉണ്ടാക്കി. അതെല്ലാം നികത്തി പോയല്ലേ. അപ്പോൾ മഴ പെയ്ത് വെള്ളം കെട്ടിയാൽ ഈ സ്ഥലത്തെല്ലാം വെള്ളം കിടക്കും. അത് അവിടെ നിറഞ്ഞു വരുമ്പോഴേക്കും മഴ മാറും. പിന്നെ മഴ വരുമ്പോഴേക്കും ഈ വെള്ളം അബ്സോർവ് ചെയ്ത് പോകും, വലിച്ചു പോകും. ഇന്നിപ്പോൾ അതില്ല. ലെവലാക്കി ആ വെള്ളം എല്ലാം നേരെ ഒഴുകി കടലിലേക്ക് പോകണം. ഇത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ കാര്യം. ഞാൻ 19 വർഷമായിട്ട് അവിടുത്തെ ആ ഭാഗത്ത് താമസിച്ചാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ പോയി നോക്ക്. ആ റെയിൽവേ ഒരു കലുങ്കുണ്ട്, കൽവെർട്ട് ഉണ്ട്, റെയിൽവേ വെള്ളം പോകുന്നത്. അതും ഏതാണ്ട് റോഡും തമ്മിൽ അല്പം താഴ്ന്നു കിടക്കാണ് കൽവെർട്ട്. ഒരു 2-3 അടിയിൽ പൊക്കി വേണ്ട അവിടെ. ആ പൊക്കി വേണമെങ്കിൽ കൽവെർട്ട് അല്ലെങ്കിൽ കലുങ്ക് ഉണ്ടാക്കണമെങ്കിൽ, പാലം ഉണ്ടാക്കണമെങ്കിൽ റെയിൽവേ ലൈൻ പൊക്കണം. റെയിൽവേ ലൈൻ ഒരെണ്ണം മാത്രം പൊക്കിയപ്പോൾ എല്ലാം പൊക്കണം. എല്ലാം പൊക്കാതെ മാത്രം ഈസി കാര്യമല്ല. അതുകൊണ്ടാണ് കണ്ണടച്ച് റെയിൽവേ ഇരിക്കുകയാണ്. എല്ലാ കൊല്ലവും 2-3 പ്രാവശ്യം വെള്ളം വരുമ്പോൾ അവിടെ വെറും തടസ്സമാവും. അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞങ്ങൾ നിർദ്ദേശം വെച്ചത്. ഇപ്പം ലിസി ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടില്ല കലൂർ. അവിടെ മുതൽ പേരൂർ കേരള തീരത്തോടി ഈ KSRTC റെയിൽവേ സ്റ്റേഷൻ പനമ്പള്ളി നഗർ, കുണ്ടന്നൂർ വഴിയൊക്കെ, അല്ല പനമ്പള്ളി നഗർ, തേവര വഴി ഒരു റോഡ് ഇപ്പം നിലവിൽ വഴിയുണ്ട്. അല്പം പോരായിട്ടുണ്ട്. ആ വഴി ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ MG റോഡിലെയും മറ്റേ ബാങ്ക് റോഡിലൊക്കെ തിരക്ക് കുറയുന്നത് മാത്രമല്ല ഈ പ്രദേശം വളരെയധികം വികസിക്കും. ഇന്നിപ്പോൾ സന്ധ്യ ആയാൽ പോലും, സന്ധ്യ ആകുന്ന മുമ്പ് തന്നെ ആണുങ്ങൾക്ക് പോലും നടക്കാൻ പ്രയാസമാണ്. അത്ര ഇരുട്ടും കാടും പിടിച്ചെടുക്കണം. പിന്നെ രാത്രി കാര്യം പറയണോ? എല്ലാ കൊള്ളരാത്തവരും കഞ്ചാവ് ചുരക്കാരും പെൺമാളിയും ഒക്കെ വരുന്ന ആ ഭാഗമാണ്. അത് മാറ്റം വരുമായത്. അതൊന്നും അവർക്ക് സർക്കാർ സമയമല്ല ചിന്തിക്കാൻ. അതിൽ പറഞ്ഞത് മനസ്സിലാകില്ല. എന്തുകൊട്ടെ നമ്മൾ ആ വിഷയത്തിൽ ഒന്നും കിടക്കുന്നില്ല. ഇന്ന് കിടക്കുന്നത് നമ്മുടെ പോലീസ് ഓഫീസർ ഒരു കാര്യം പറഞ്ഞേ, റിട്ടയർഡ് ചെയ്ത DGP ദീപാവലി പ്രമാണിച്ച് സ്വർണം വാങ്ങുമ്പോൾ മലദ്വാർ ഗോൾഡ് ഇത് വാങ്ങിക്കരുത് പരസ്യമായിട്ട് പറ്റുന്നത്. അരപ്പോയിൽ കളിക്കുന്ന ആരാന്ന് വെച്ചാൽ നമ്മുടെ ഭീമ ജ്വല്ലറിയുടെ ആണ്. അല്ല പോലീസ് ഓഫീസർക്ക് സ്വർണ്ണം കേട്ട് എന്ത് ബന്ധം?
ഭീമ ജ്വല്ലറിയൊക്കെ ഉള്ള ഏർപ്പെട്ടാണ് അങ്ങനെ മലബാർ ഗോൾഡ്, ഈ മലബാർ ഗോൾഡ് മലബാർ ഗോൾഡാണ്. അത് ഇന്ത്യയിലെ ഏതാണ്ട് ഏറ്റവും വിൽപ്പനയുള്ളതിൽ പ്രധാനപ്പെട്ട ഒന്നാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർ കാണിച്ച ഒരു ബുദ്ധിമോശം, ഞാൻ ഈ മുസ്ലിം ലീഗും മുസ്ലിം സമുദായ ചില ആൾക്കാരും കാണിക്കുന്ന ബുദ്ധിമോശം പോലെയാണ് മലബാർ ഗോൾഡ് മുഹമ്മദ് സാഹിബും കാണിച്ചത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അറിയാമല്ലോ കുറച്ച് വിഷയങ്ങളുണ്ട്. ഇന്ത്യയിൽ ഇന്നത്തെ സാഹചര്യം മുസ്ലിം സമുദായത്തിൻ്റെ രീതിയും അറിയാം. ഇത് രണ്ടും അറിഞ്ഞു വെച്ചോണ്ടെങ്കിൽ മുഹമ്മദ് സാഹിബ്, നിങ്ങൾ പാകിസ്ഥാനിക്കായ ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ അംബാസഡറാക്കി എടുക്കേണ്ട കാര്യമുണ്ടോ? തന്നെയല്ല, 16 സ്വാതന്ത്ര്യ ദിനം, പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങളൊരു മത്സരം വെച്ച് 19 പാകിസ്ഥാൻ സ്വാതന്ത്ര്യത്തിൽ കേക്ക് മുറിച്ച്, അതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് അത് വിഷമമുണ്ടാക്കുന്ന കാര്യമാണെന്നേ. അപ്പോൾ പാകിസ്ഥാനിലുള്ള അംബാസഡർ നിങ്ങളുടെ അംബാസഡറായിട്ട് വെച്ചുകൊണ്ട് ആകെ ചിഴിവിട്ടില്ല. അല്ലെങ്കിൽ ഒരു അയൽപക്ക രാജ്യത്തിലെ സ്വാതന്ത്ര്യ ദിനത്തിൽ കേക്ക് വിതരണം ചെയ്ത് കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അവസ്ഥ നോക്കിടുന്നത് നമ്മൾ ശത്രുവായിട്ട് കണക്കാക്കണം. അത് രണ്ടു കൂട്ടർക്ക് നിലനിൽപ്പ് വേണ്ടിയാണ് പോലും. മറ്റൊന്ന്, ഇന്ന് ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു സെറ്റപ്പും ഇത് രണ്ടും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണോ വെറുതെ ഈ നാണംകെട്ട കാര്യത്തിൽ പോയി ഞങ്ങളെപ്പോൾ ഈ സമുദായത്തെ ബുദ്ധിമുട്ടിപ്പോയി മലദ്വാർ ഗോൾഡൊക്കെ പറഞ്ഞ് കളിയാക്കേണ്ട കാര്യമുണ്ടോ? ആ പോലീസ് ഓഫീസർ പറയുമ്പോൾ ആവശ്യമുള്ളൂ. മര്യാദക്ക്, ഞാൻ പറഞ്ഞ മര്യാദക്ക് ഒതുങ്ങി നിങ്ങൾ ബിസിനസ് ചെയ്തോ ലാഭം ഉണ്ടാക്കിയൊന്നും കുഴപ്പമില്ല. ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ചോ നിങ്ങൾ ചെയ്യാവുള്ളൂ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം. മറ്റൊന്ന്, ഈ ആരിഫ് ഹുസൈൻ ഖാൻ ജനിച്ച് മുസ്ലിമായിട്ടാണ് ഇപ്പോൾ നിരീശ്വരവാദിയായിട്ടും മുസ്ലിം വിരോധിയായിട്ട് നടക്കുകയാണ്. അതൊക്കെ ഓരോരുത്തർ അവകാശമാണ്. മരമണ്ടൻ ആരിഫേ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നടക്കുന്ന ആളല്ല, എത്രയോ കാലമായി ഞാൻ ഉത്തരം നടക്കില്ല. ഇന്നും പറയാൻ കാരണം യൂണിഫോമിന് പ്രശ്നമല്ലേ, അതങ്ങ് അംഗീകരിച്ചാൽ എന്താ? മുസ്ലിം സമുദായത്തിൽ വനിതകൾക്ക് തലമറക്കണമെന്നുള്ള നിർബന്ധം തന്നെയാണ്. അങ്ങ് തലമറക്കാൻ സംവിധാനം ഇന്ത്യയിൽ ഉണ്ട് താനും. തലമറക്ക് മുസ്ലിം മാത്രമല്ല, വടക്കേന്ത്യയിലെ പല സ്ത്രീകളും സാരിയിട്ട് തലമറക്കാറുണ്ട്. സിംഗുമാർ ഒക്കെ തലമറക്കും മറ്റൊക്കെ ഇട്ട് തൊപ്പിയിട്ട് കൃപാണൊക്കെ വെക്കുന്നുണ്ട്. അതിന് ഒരുപാട് ഇതുണ്ട്. അതെല്ലാം മുസ്ലിങ്ങൾക്ക് അനുമതിയാണ്. അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അത് പാടില്ല എന്ന് പറയുന്ന നിയമം, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെയായിരിക്കണം. ഇത് ക്രിസ്ത്യൻ സമുദായത്തിൽ എത്രയോ സ്ഥാപനങ്ങളിൽ, ബഹുഭൂരിപക്ഷ സ്ഥാപനങ്ങളും തലമറിച്ച് വരുന്ന കുട്ടികൾക്ക് വരേണ്ട പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവിടെ വളരെ രസമല്ല. ഈ റീത്ത സ്കൂളിലെ, അതിപ്പോൾ ക്രിസ്ത്യൻകിയുടെ ഒരു രാഷ്ട്രീയ പാർട്ടി ആളാന്നൊക്കെ പറഞ്ഞല്ലോ, അവിടുന്ന് കുട്ടികൾ മാറിപ്പോകുന്നുണ്ടെയോ? അതുപോലെ സഭ നയിക്കുന്ന സ്കൂളിലേക്കാണ്. നിങ്ങൾ ധൈര്യമായിട്ട് വന്നോ എന്നും നിങ്ങൾ തല മറച്ചു, ആവശ്യമാണെങ്കിൽ മറച്ചോ എന്നും പറഞ്ഞ് തന്നെ അംഗീകാരത്തിന് കൊടുത്തു തന്നെയാണ് പോകുന്നത്. എന്താണ് അന്ധമായ ഇസ്ലാമി വിരോധം വന്നാൽ പിന്നെ എന്തു പറയാൻ പറ്റും? ആ വിഷയം ഞാനിപ്പോൾ പെട്ട് പറഞ്ഞു നിർത്താണ്. മറ്റൊന്ന്, നമ്മൾ രാഷ്ട്രീയം തന്നെയാണ്. ഇപ്പോൾ ഒരു വലിയ സംഭവമുണ്ട്. ഈ രാഹുൽ ഗാന്ധി UP-യിൽ ഒരു ദളിത് യുവാവിനെ കള്ളെന്ന പേര് വെച്ച് തല്ലിക്കൊന്നു. അത് രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞെത്തി. നല്ല കാര്യം, തെറ്റൊന്നുമില്ല. പക്ഷെ അപ്പോൾ UP-യുടെ മുഖ്യമന്ത്രിയുടെ UP ഗവൺമെൻറ്റിൻ്റെ നിർബന്ധം കൊണ്ടല്ല രാഹുലിനെ അങ്ങോട്ട് വരുത്തരുതെന്ന് പറഞ്ഞതൊക്കെയാണ് പറയുന്നത്. അത് UP ഗവൺമെൻറ്റിൻ്റെ നിർബന്ധമാണെന്നാണ് പറയുന്നത്. എന്തുകൊട്ടെ, ഈ രാഹുൽ ഗാന്ധിയോട് ചോദിക്കാനുള്ളത്, 22% ദളിതുകൾ ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ കുറച്ച് 10-20 ഉള്ളത്. ഈ 20% ദളിതുള്ളതിൽ നല്ലൊരു ശതമാനം BSPയുടെ കൂടിയാണ്, മറ്റ് പലരും കൂടിയാണ്. കോൺഗ്രസ് കൂടെ 10% പോലും ദളിതുകളില്ല. ആ 10% പോലും ആകെ ദളിതുകളിൽ 10% പറഞ്ഞത്. അപ്പോൾ 20% ഉണ്ടെങ്കിൽ 2% പോലും കോൺഗ്രസിന് കൂടെ ഇല്ല. പല കാര്യങ്ങളും പോയി, അംബേദ്കറൊക്കെ മതി. ആ 2% ഉള്ള ദളിതിൽപ്പെട്ട ഒരാൾ UP-യിൽ കളവിൻ്റെ പേരിൽ തല്ലിക്കൊന്നപ്പോൾ നിങ്ങൾ പോയി, തെറ്റില്ല. പക്ഷെ അതേ സ്ഥാനത്ത് ഒരു 20% വേറൊരു വിഭാഗമുണ്ടോ? കത്തോലിക്ക രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ക്രിസ്ത്യൻ രാഹുൽ ഗാന്ധി. 20% ഉണ്ട്. അതിൽ 99.9% വോട്ട് നിങ്ങൾ തന്നെ തന്നു കഴിഞ്ഞ ഇലക്ഷൻ വരെ. എന്നാൽ അവിടെ പശുവിൻ്റെ പേരിലൊക്കെ എത്ര പേര് തല്ലിക്കൊന്നിട്ടുണ്ടോ? നിങ്ങൾ ആങ്ങളെ പെങ്ങളോ എവിടെയെങ്കിലും ഏത് സ്ഥലത്ത് പോയിട്ടുണ്ടോ? കോൺഗ്രസിന് വേണ്ടി റാം മോളി ഓച്ചാനിക്കുന്ന കഴിവുകെട്ട മുസ്ലിം സമുദായമേ, നിങ്ങൾ മനസ്സിലാക്കണം.
ഒരു സ്ഥലത്തേക്ക് ഈ രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുന്നുണ്ടോ? അവർ വരും. വയനാട്ടിൽ വന്ന് ഏതെങ്കിലും കോടീശ്വരൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും, ഒക്കെ കൈ പിടിച്ചേക്കാനെ കൊടുക്കും താത്തമാരുള്ളിൽ, അല്ലാതെ എടുക്കൂല. അത് അവർക്ക് ആവശ്യമാണ്. ഒരു കാര്യം പറയാം, അംബേദ്കറോടൊന്ന് ഉപമിക്കാൻ ഞാൻ ആളല്ല, എന്നെ അങ്ങനെ ചിന്തിക്കാനും പാടില്ല. പക്ഷെ അംബേദ്കർ ഒരു കാര്യം പറഞ്ഞു, അംബേദ്കറാണ് ഇന്ത്യയിൽ ദളിതുകൾക്ക് മാനാഭിമാനവും ആത്മബലവും കൊടുത്തത്. മാനാഭിമാനവും ആത്മബലവും കൊടുത്ത് അംബേദ്കറാണ്. അംബേദ്കർ വില പോരാ കണ്ടിരിക്കാം. അംബേദ്കറോട് മൊയ്തീൻ ഷാ ഉപമിക്കാനും പറ്റില്ല. അംബേദ്കറോടൊക്കെ മൊയ്തീൻ ഷാ. പക്ഷെ ഒരു കാര്യം പറയാം, ഈ 20% വരുന്ന 30 കോടികളും വരുന്ന മുസ്ലിങ്ങൾക്ക് ഒരു ആത്മബലവും ആത്മാഭിമാനവും കൊടുക്കാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. മനസ്സിലാക്കണം, ചെറിയ പോയിട്ടില്ല. ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ട്, അവർ കോൺഗ്രസ് വാലായിട്ടാണ് നടക്കുന്നത്. മറ്റ് കോൺഗ്രസിലെ പല കാക്കാന്മാരുണ്ട്, അവരെല്ലാം കോൺഗ്രസ് വാലായിട്ടാണ്. ഇവിടെ സതീശനൊക്കെ വാലായിട്ടല്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിച്ച ഒരു കോൺഗ്രസ് നേതാവ് മുസ്ലിങ്ങളുണ്ടോ? അയാൾ കഴിവില്ല, പ്രാപ്തിയില്ല. ആരുടെ ഈ പാല്? ഒന്നിൽ ഉമ്മൻചാണ്ടിൻ്റെ പാല്, അല്ലെങ്കിൽ കരുണാകരൻ്റെ പാല്, അല്ലെങ്കിൽ ഇപ്പം സതീഷിൻ്റെ പാല്, രമേശിൻ്റെ പാല്. ഈടോ കഴിവ് കെട്ട മുസ്ലിം കോൺഗ്രസ് നേതാക്കളെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായമില്ലേ? നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പാടില്ലേ? ഇവിടെ ഏതാണ്ടല്ലോ വലിയ നേതാവുണ്ടോ, മുടി ചൂടാൻ വന്ന TH മുസ്താ സാഹിബ്, അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ല, മരിച്ചുപോയി. പിന്നെ വേറൊരു മുടി ചൂടാൻ മന്നാണ് നമ്മുടെ നിലമ്പൂർക്കാരൻ, മരിച്ചുപോയി. അദ്ദേഹത്തിന് ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ല. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ വാലായിട്ട് നിൽക്കായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്തുകൊണ്ട് 40% വരുന്ന കേരളത്തിൽ മുസ്ലിങ്ങളിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൂടാ? നിങ്ങളുടെ സ്വന്തം പേരിൽ കോൺഗ്രസ് ഗ്രൂപ്പിൽ, കോൺഗ്രസ് തന്നെ ഇത്രയും കഴിവുകെട്ടോ എപ്പോഴും നിങ്ങൾ ഇപ്പം സതീശന് വാലായിട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം KCB പോലെ വാലെടുക്കുക. ഇവിടെ ജനസംഖ്യ എടുത്തു നോക്കുക, അവർക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട്, നിങ്ങൾക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആത്മാഭിമാനം പണയം വെച്ച് പോകരുത് എന്ന് പറഞ്ഞാൽ വർഗീയവാദി ആകണമെന്നോ തീവ്രവാദി ആകണമെന്നോ രാജ്യദ്രോഹി ആകണമെന്നോ അല്ല. ഇതൊന്നും ആകാതെ ദേശീയ ധാരയിൽ നിന്നുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹിച്ചും അംഗീകരിച്ചും അവിടുത്തെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ടും മുന്നോട്ട് പോകണം. അങ്ങനെ പോകുന്ന ഒരു ശക്തമായി ഇങ്ങനെ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മൊയ്തീൻ ഷായുടെയും ഗ്രൂപ്പിൻ്റെയും ആവശ്യവും ആഗ്രഹവും നിലപാടും. അതിൽ തെറ്റുണ്ടോ? അതിൽ തെറ്റില്ല. ഞങ്ങൾ ഒരു കാരണവശാലും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കില്ല, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കില്ല, രാജ്യത്തെ എതിർക്കുന്നത് പ്രോത്സാഹിപ്പിക്കൽ മാത്രമല്ല, അവരിലെ ശക്തിയുക്തം എതിർക്കും, ശക്തിയുക്തം നഖശിക്കാതെ എതിർക്കും. പക്ഷേ നമ്മൾ ആത്മാഭിമാനത്തോടെ നിന്നുകൊണ്ട്, തല ഉയർത്തി നിന്നുകൊണ്ട്, ഞങ്ങൾ ഇന്ന സമുദായക്കാരാണ്, ഇന്ത്യയിലെ ജനങ്ങൾ പൗരന്മാരാണ്, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ വേണം, അത് നിങ്ങളോടുകൂടി സഹകരിച്ചു പോയി എന്ന് പറഞ്ഞ് ആത്മബലം കൊടുക്കുന്ന ഒരു അതിസങ്കീർണമായ ഒരു പ്രവൃത്തിയാണ് മൊയ്തീൻ ഷായും ഗ്രൂപ്പും ചെയ്യുന്നത്. മൊയ്തീൻ ഷാ നാളെ MLA ആകാനോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ ആകാനല്ല. അങ്ങനെയൊക്കെയാണ് ആ കളി വേറെയാണ്. ജഗതി പറഞ്ഞില്ലേ, എൻ്റെ ഗർഭം അങ്ങനെയല്ല എന്ന് പറയുന്ന പോലെ, അതിന് കളി വേറെയാണ്. ഞങ്ങൾ ആ കളിയല്ല. ഞങ്ങൾ ഈ 20% വരുന്ന 30 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾക്ക് ആത്മാഭിമാനവും ബലം, ആത്മാർത്ഥയും, പിന്നെന്താണ് പൗരബോധവും നൽകി അവരെ മറ്റുള്ള സമുദായത്തിൽ ഒപ്പം എത്താൻ പറ്റുമെന്നുള്ളൊരു ശ്രമത്തിലാണ്. ഇപ്പം കുഞ്ഞാക്കാട് ലീഗിൻ്റെ കാര്യം പറഞ്ഞല്ലോ, 80 വർഷം കിട്ടിയിട്ട് ലീഗ് എന്ത് ചെയ്ത്? നിങ്ങൾ എന്ത് നേടി ഇന്ത്യയിൽ? പറഞ്ഞല്ലോ, ലീഗ് വിരോധം കൊണ്ട് പറഞ്ഞല്ല. അത് തന്നെയല്ല ഇപ്പം കേരളത്തിൽ കാര്യം. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം വരാൻ പാടും. അതിന് മുമ്പായിട്ട് ഇപ്പോൾ KPCയുടെ ഒരു ജംബോ, ഇപ്പോൾ ഏതാണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തകരൊക്കെ ഭാരവാഹിയായി കോൺഗ്രസിൻ്റെ. അത് തന്നെ ബലക്ഷമാണ്. ആദ്യം പേര് തല്ലിക്കഴിഞ്ഞാൽ പാമ്പ് ചാവില്ല എന്ന് പറയുമ്പോൾ ആദ്യ പണ്ട് ജംബോ കമ്മിറ്റി ഉണ്ടാക്കി 125 ഭാരവാഹികൾ, അതിൽ 90 ഭാരവാഹി 10% ക്രിസ്ത്യൻ സമുദായത്തിന് കൊടുത്ത്. ഭരണം പോയില്ലേ, അസംബ്ലിയും പോയി, പഞ്ചായത്ത് പോയി. ഇപ്പോൾ ഞാൻ കോൺഗ്രസ്സായിട്ട് പറഞ്ഞു, ഈ സതീഷിനോടൊക്കെ പറഞ്ഞു, സതീഷിനോട് പോയി റാമുളി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് സ്വയം നേടിയെടുക്കാനാ കഴിവുണ്ടെങ്കിൽ നേടിയെടുക്കാം, മറ്റുള്ള ആശ്രയിക്കേണ്ട ആഗ്രഹം പറഞ്ഞാൽ മതി. ഇനി ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിയെടുക്കാനുള്ള കപ്പാസിറ്റി സമുദായത്തിലുണ്ട്. അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയണത് സതീഷിനെ പറയുന്നു. 3 പ്രധാനപ്പെട്ട സ്ഥാനം ഉണ്ടായില്ലേ, യൂത്ത് കോൺഗ്രസ്, വലിയ കോൺഗ്രസ്, പിന്നെ കുഞ്ഞു കോൺഗ്രസ്. ഈ 3 കുഞ്ഞു കോൺഗ്രസ്സിൽ ഏതിൽ പോരട്ട് 40% പ്രതിപാതി കൊടുക്കാൻ പറ്റുന്നത്? കൊടുത്തങ്ങൾ
ട്രഷറർ ഉണ്ടായിരുന്നല്ലോ, കൊടുത്തോ? ബാക്കിയൊക്കെ അപ്രസക്തമല്ലേ. അതേ സ്ഥാനത്ത് ഈ കേരളത്തിൽ 40% മുസ്ലിങ്ങളുള്ളതിൽ ഓൾ ഇന്ത്യ ബേസിൽ 99.9% വോട്ട് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ കേരളത്തിൽ ഏതാണ്ട് 95% വോട്ടും ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് ആണ്. മനസ്സിലാക്കണം സതീഷ, മനസ്സിലാക്കുന്ന രമേഷേ, പിന്നെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഷിഹാസൊക്കെ മനസ്സിലാക്കണം. രാഷ്ട്രീയം പഠിക്കണം, സൈക്കോളജി അറിയണം, ജനങ്ങളുടെ മാൻഡേറ്റ് അറിയണം. 95% അതായത് ഓൾ ഇന്ത്യ ബേസിൽ 99.9% വോട്ട് മുസ്ലിങ്ങളുടെ വോട്ട് കോൺഗ്രസ് മുന്നേക്ക് കൊടുത്തെങ്കിൽ കേരളത്തിൽ 95% വോട്ടും UDF കൊടുക്കാതെ തീരുമാനം. ഒരു 3, 4, 5% വോട്ടാണ് BJP കമ്മ്യൂണിസ്റ്റിലേക്ക് പോകുള്ളൂ. അല്ല, അത് ബാക്കി 95%. അങ്ങനെയുള്ള നിങ്ങൾക്ക് ട്രഷറർ പോസ്റ്റിൽ കൊടുക്കാൻ പാടില്ല, അല്ല ഈ 3 പോസ്റ്റ് കൊടുക്കാൻ പാടില്ല. ഇല്ല, ഇനി നിങ്ങൾ ഈഴവനെ സഹായിക്കാൻ വേണ്ടി ഒരു തെറ്റുമില്ല. പക്ഷേ ഈഴവനെ സഹായിക്കുമ്പോഴേ ഞാൻ പറഞ്ഞ 40% വരുന്ന മുസ്ലിം സമുദായത്തിൽ 95% വോട്ട് ഈ കോൺഗ്രസ് നയിക്കുന്നത് UDF അല്ല, ഒരു 25 ലക്ഷം എന്ന് പറയുമ്പോൾ 1/5 വോട്ട് ലീഗിൻ്റെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ബാക്കി അപ്പോൾ 4 ഭാഗം കോൺഗ്രസ് തന്നെ കോൺഗ്രസ് കൊടുക്കാണ്, മറ്റു ലീഗല്ലാത്ത മുസ്ലിമാണ്. അതേ സ്ഥാനത്ത് 23% വരുന്ന ഈഴ വിഭാഗത്തിൽ 80% വോട്ടും സ്റ്റിൽ നൗ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രയോഗം സ്റ്റിൽ നൗ എന്നുണ്ടോ ഇന്ന് വരും 80% വോട്ട് കൊടുത്തിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. ഈ അടുത്ത അസംബ്ലി ഇലക്ഷനിൽ പഞ്ചായത്ത് വിട്ടുകളഞ്ഞ് ഇലക്ഷനിൽ അത് പ്രാദേശികമാണ്. 90% വോട്ടും ഈഴവൻ്റെ വോട്ട് കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ, പിണറായിയേക്കാൾ യോഗി വേറെ ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല, ഒരു പാർട്ടിയും ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് നിങ്ങളെ പ്രാസൊപ്പിക്കാൻ വേണ്ടി 10% പോലും വോട്ടുള്ളതിൽ, ആ 10% വോട്ടുള്ളതിൽ ഒരു 5% BJP പോകും, 5% കോൺഗ്രസ് പോകും എന്ന് പറഞ്ഞാൽ 100 ഈഴവന് വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് UDF കിട്ടുന്നത്. നിങ്ങൾ ഏത് സ്ഥാനം കൊടുത്തത്? കൺവീർ സ്ഥാനം കൊടുത്ത്. കൺവീർ സ്ഥാനത്ത് മോശമൊന്നുമല്ല അടൂർ പ്രകാശ്. ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇന്ന് ശരിക്കും ഈ ജോയി എന്ന് പറഞ്ഞെങ്കിലും ഈഴവരാണോ നായരാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അത് മാപ്പിള സാധില്ല ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ജയശങ്കർ വക്കീൽ വളരെ കൃത്യമല്ല, ഈഴ വിഭാഗത്തിൽപ്പെട്ടാണ്. ജോയി അച്ഛനാണെങ്കിലും ഈഴവരാണ്, കൊടുത്തു. ഈഴവർ കൊടുക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഈ അറിയുകളെ നീ അറിഞ്ഞില്ല പോട്ടെ, ഇദ്ദേഹം വിചാരിച്ചാൽ ഒരു 40% വോട്ട് ഈഴവയിൽ നിന്ന് കോൺഗ്രസ് പിടിക്കാൻ പറ്റുമോ? അടൂർ പ്രകാശ് വിചാരിച്ചാൽ എടുക്കുമോ? കോൺഗ്രസ്സിലെ സർവ്വ ഈഴവ നേതാക്കളും വിചാരിച്ചാലും ഒരു 40% വോട്ട്, അല്ല 50% വേണ്ട, 60% വേണ്ട, 40% വോട്ട് കോൺഗ്രസ് UDF പിടിക്കാൻ പറ്റുമോ? വേണ്ട, ആകെ പിടിക്കാൻ സാധ്യതയുള്ളത് 5%. 5% വോട്ട് എന്ന് പറഞ്ഞാൽ 100 ഈഴവന് വോട്ട് ചെയ്യുമ്പോൾ 1 ഈഴവന് വോട്ടാണ് UDF കിട്ടുന്നത്. അതിലാണ് അടൂർ പ്രകാശ് മുഖ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. VM സുധീരൻ ഇപ്പം പതുക്കെ വരുന്നുണ്ട് രംഗത്തേക്ക്, അന്തോണി വരുന്ന പോലെ. പിന്നെ മറ്റില്ലാതാണ് മുല്ലപ്പള്ളി. എല്ലാവർക്കും UDF അധികാരം കിട്ടുമോ ആകാൻ പല ശ്രമം നടത്തുന്നുണ്ട്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് മരിക്കോളും നിങ്ങൾ തന്നെ അധികാരത്തിൽ ഇരിക്കണമെന്ന് എന്ത് ന്യായമാണെന്നേ? എന്ത് ഫിലോസഫിയാണ് അല്ലെങ്കിൽ എന്ത് സൈക്കോളജിയാണ്, എന്ത് ട്രൂത്താണത്? എല്ലാവർക്കും അവസ്ഥ കിട്ടണ്ടേ? 90-80 വയസ്സായാലും അവർക്ക് ഒരു മാറ്റവും ഇല്ല. അതെങ്ങനെയാ? മോന്തായം വളഞ്ഞാൽ കഴിക്കോല് 48 64 വളയെന്ന് പറയുമ്പോഴാ രാഹുൽ ഗാന്ധിയല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഇന്നിപ്പോൾ അമേരിക്കൻ ഒരു പത്രപ്രവർത്തകർ പറഞ്ഞ് രാഹുൽ ഗാന്ധിക്ക് ബുദ്ധി അത്ര ഹൈ റാങ്കൊന്നും അല്ല എന്ന് അവർ പത്രപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ വ്യക്തിപരമായിട്ട് പേരിലായിരിക്കും. എന്തുവാകട്ടെ, ബുദ്ധിയുടെ കാര്യം രാഷ്ട്രീയ പരിചയം ഒന്നുമില്ല, അട്ടേർലി ഫെയിലിയർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല 99% വോട്ട് കിട്ടുന്ന ഒരു സമുദായമുണ്ട്, 20% ഉള്ളത്. അവർക്ക് വേണ്ടി രാഹുൽ ഗാന്ധി പ്രിയങ്കി മിണ്ടുന്നുണ്ടോ? മിണ്ടുന്നത് വയനാട്ടിൽ വന്നാണ്, അത് അവർക്ക് പാർലമെന്റിൽ ജയിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ അവർ തീർന്നല്ലോ. അവർ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയും പിന്നീട് നമ്മുടെ ലാലു പ്രസാദ് യാദവ് ബീഹാറിൽ കാണിച്ച മണ്ടത്തറിയോ നിങ്ങൾക്കെല്ലാം അറിയാവോ? കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ UDF അനുഭാവികളെ നിങ്ങൾക്ക് പോലും അറിയാവോ? അവിടെ ഇപ്പോൾ 20% മുസ്ലിങ്ങളുണ്ട് ബീഹാറിൽ. അതിൽ എന്തെങ്കിലും റെപ്രസെൻ്റ് ചെയ്താണ് ഈ ഉവൈസി വന്നത്. ഉവൈസിയെ തൊടുവില്ല, ഉവൈസിയെ മാറ്റി, ഉവൈസി കാല് മൂന്നാം ഉണ്ടാക്കണം. പിന്നെ JMM
ജാർഖണ്ഡ് മുക്തി മോർച്ച എന്നൊരു പാർട്ടിയുണ്ട്. ഇന്ന് ജാർഖണ്ഡ് ഭരിക്കുന്നവരാണ്. അത് 6 സീറ്റ് ആർക്ക് കൊടുത്ത്? RJDക്ക് കൊടുത്തോടെ. അപ്പോൾ ഒരു നെറ്റ് തടസ്സമുള്ളതുകൊണ്ടാണ്, ക്ഷമിക്കണം. അപ്പോൾ ഒരു മന്ത്രിസ്ഥാനം കൊടുത്ത് ജാർഖണ്ഡ് മുക്തി മോർച്ച RJDക്ക്. ഇവിടെ വന്നപ്പോൾ അവർക്ക് സീറ്റ് കൊടുക്കില്ല, കൂട്ടം ചേർക്കില്ല. അപ്പോൾ അവർ വേറെ മത്സരിക്കുകയാണ്. അങ്ങനെ ഓരോന്നും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഇന്ത്യ മുന്നണി നയിക്കുന്ന രാഹുൽ ഗാന്ധിക്കും ഈ ലാലുവിനൊന്നും അവർക്ക് ഒന്ന് ന്യൂനപക്ഷം രാഹുൽ, മറ്റ് പിന്നോക്കൻ. അവർ ചിന്ത ഒരു പിന്നോക്കാവസ്ഥയായിരിക്കും. ഇപ്പം ഞാനൊരു ന്യൂനപക്ഷക്കാരാണ്, എൻ്റെ ചിന്ത പോലും പിന്നോക്കാവസ്ഥയായിരിക്കും. ഇത് സംശയമൊന്നുമില്ല. അപ്പോൾ രാഹുൽ അങ്ങനെയാണ്, ഈ ലാലു അങ്ങനെയാണ്. അല്ലെങ്കിൽ ലാലു പറഞ്ഞല്ലോ ഞാൻ ഒരു നാൾ പ്രധാനമന്ത്രിയാവുന്നൊക്കെ പറഞ്ഞ വല്ല കാര്യമുണ്ടോ? അതല്ല ഇംഗ്ലീഷ് പദം കൊടുത്ത് കോളംബിയായിട്ട് വിമാനത്തിൽ പോകുന്നു തുപ്പാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് കൊച്ചാക്കി കളഞ്ഞല്ലേ, ആസാക്കി കളഞ്ഞേ. അത് ബുദ്ധിയില്ലാത്തതുകൊണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ജയപ്രകാശ് നാരായണൻ ഉയർന്ന ജാതിയായ ജയപ്രകാശ് നാരായണൻ പറഞ്ഞ കാര്യം വീണ്ടും പറയേണ്ടി വരുന്നു ഈ മണ്ടന്മാരുടെ അടുത്ത്. അദ്ദേഹം പറഞ്ഞ് പോയെന്നറിയോ, ഞാൻ ഈ കോൺഗ്രസ് വെച്ച് ബാക്കി എല്ലാവരും ഇത് ചേർക്കുന്ന പറഞ്ഞു. ഞാൻ വീട്ടിൽ പറഞ്ഞ ആവർത്തനം വരുമ്പോൾ എനിക്ക് ഒരു ദേഷ്യം തോന്നുന്നുണ്ട്. എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഇതിൽ ഒരു സ്ഥാനം ഏൽക്കില്ല, പിന്നെ ഇതിൽ കോൺഗ്രസ് വെച്ച് ബാക്കി എല്ലാവരും ഉണ്ടാവുമെന്ന് പറഞ്ഞാണ് അത് തുടങ്ങിയത്. ഈ ഒരു ലോജിക്ക്, ഈ ഒരു തത്വം ഈ പറഞ്ഞ രാഹുലിനും ഇപ്പോൾ പിന്നെ ലാലുവിനും ഒക്കെ എന്താ പറ്റാത്തത്? അതാണ് അവരുടെ ഐക്യു വളരെ മോശം. പിന്നോക്ക ന്യൂനപക്ഷമല്ലേ, ഐക്യമുള്ള പിന്നെ ചിന്ത ഒരു പിന്നോക്കാവസ്ഥയായിരിക്കും, ചിന്ത പോലും പിന്നോക്കാവസ്ഥയായിരിക്കുമാണ്. അല്ലെങ്കിൽ അവർ കൂട്ടുകൂടി ഉള്ള സീറ്റ് അവർ കൂടെ നിന്നില്ലെങ്കിൽ അത് നമ്മൾ കണ്ട സദസ്സിലിരിക്കുന്ന മരുവനും ഇരിക്കുന്നത് പെങ്ങളുടെ മകൻ. നമ്മൾ അമ്മാവും മരുവൻ എഴുന്നേൽക്കേണ്ട അമ്മാവ് എന്താ പറയുക, അമ്മോൻ അവിടെ ഇരുന്നോന്ന് പറഞ്ഞാൽ സദസ്സിൽ അമ്മാവ് നാണപ്പെടണോ? നാണക്കെടുവോ? ഇല്ലല്ലോ. ബുദ്ധിയുള്ള അമ്മാവൻ പറയുന്നത് അമ്മോൻ അവിടെ ഇരുന്നോന്ന് പറയും. അപ്പോൾ ജനങ്ങൾ അറിയില്ലല്ലോ അമ്മാവൻ മരുവൻ വക വയ്ക്കാത്തതാണ്. അതുപോലെ JMM വന്ന് അല്ലെങ്കിൽ മറ്റൊരു വന്ന് അവർക്ക് 2, 3 സീറ്റ്, 4, 5 സീറ്റ്, 6 സീറ്റാണ് ഈ ഉവൈസി ചോദിച്ചുള്ളൂ. 5 സീറ്റ് ജയിച്ചിട്ടുണ്ട്. 6 സീറ്റ് കൊടുത്ത് ഒരു മൂലയിൽ കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ട് വരരുതിട്ടോ. അപ്പോൾ അവിടെ എന്താ ദുഷ്ടത എന്നറിയോ? ഇപ്പോൾ ഈ ലീഗ് പേര് മാറ്റിയേക്കാൻ ദുഷ്ടത്തിലാണ് എന്നറിയോ? അവിടെ അത് അധികാരത്തിൽ വരെയും വന്ന പിന്നെ മുസ്ലിങ്ങളുടെ വോട്ട്, ഈ മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങിയാണ് ഈ രാഹുലും പിണറായിയും പിന്നെ ലാലും എല്ലാം ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി പോലും ഭരിക്കുന്നത് മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ടാണ്, അല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റ് വോട്ട് കൊണ്ട് മാത്രമല്ല. അപ്പോൾ അവർക്ക് ആ വോട്ട് പോലും മനസ്സിലായി. അതാണ് കള്ളത്തരം. ആ കള്ളത്തരത്തെയാണ് ഞങ്ങൾ ശക്തമായി പ്രവർത്തനത്തിലൂടെ പൊളിക്കുന്നത്. അങ്ങനെ സമുദായത്തെ നിങ്ങൾ കൊച്ചാക്കി വിലക്കെടുക്കണ്ട, വെടുക്കാക്കി തരിക്കാക്കേണ്ട കാര്യമില്ല. ലാലു വയ്ക്കും അന്ന് ജാലു വയ്ക്കുന്ന ഏത് ഗുണ്ട നേതാവിനാണ്? ഒരിക്കൽ ലാലു അധികാരത്തിൽ ഒരു ഗുണ്ട നേതാവിനെ വെച്ച് അവസാനം ഇതൊരു ബ്രാഹ്മൺ സ്ത്രീ പെൺകുട്ടിയോടെ ഉണ്ടായിരുന്നു, അവരെന്തോ ശല്യം ചെയ്ത് അവർ ആത്മഹത്യ ചെയ്ത് അവൻ ജയിലിൽ നാളെ ചത്തും പോയി. ഇത് രാഹുലിന് വേണ്ടി പണം മുടക്കിയ കോടീശ്വരൻ, പക്ഷെ ഗുണ്ട നേതാവാണ്, നാളിപ്പോൾ ജയിലിൽ ചത്തും പോയി. മര്യാദയുള്ളവരും ബുദ്ധിയുള്ളവരും ഒന്നും ലാലു ആക്കൂല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്കൂല, കോൺഗ്രസ് ആക്കൂല. കോൺഗ്രസ് അവർ വാലാട്ടി നടക്കുന്ന മാത്രമേ ആക്കുള്ളൂ. സ്വന്തമായിട്ട് ചിന്തയുള്ളവരോ ബുദ്ധിയുള്ളവരൊന്നും അവരാക്കൂല, ഒരു പാർട്ടി ആക്കൂല. അത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അത് ഞാനൊരു കുറ്റം പറയില്ല. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാണ്, സമയം തീരാൻ പോകുന്നത്. ഒരു കാര്യം പറയാണ്, നിങ്ങളുടെ ഈ ഉമ്മാക്കി കാണിച്ചുള്ള പരിപാടി നടക്കൂല. നിങ്ങൾ മാന്യമായിട്ട് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് പഠിച്ച് ആ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും ഒരുപോലെ കണ്ട് മുന്നോട്ട് പോയാൽ ഇപ്പോഴും കടിയാർ പറയും പോലെ അല്ലെങ്കിൽ പറയും പോലെ ഇപ്പോൾ ശുഭമാണ് കാര്യം. പക്ഷേ ഇല്ലെങ്കിൽ അത് അപകടം. ഞാൻ വീണ്ടും പറയുന്നത് അന്ന് നിർത്താണ്. രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞെത്തി UP-യിൽ, നല്ല കാര്യം തെറ്റൊന്നുമില്ല. അതുപോലെ പല സ്ഥലത്തും എത്രയോ മുസ്ലിങ്ങളെ കൊന്നിട്ടോ പശുവിന് വിലക്ക്. ഒരു സ്ഥലത്ത് പ്രിയങ്ക പോയിട്ടുണ്ടോ? പ്രിയങ്ക രാഹുൽ പോകണമെങ്കിൽ പിന്നെ റോബർട്ട് വധേര വേണം. റോബർട്ട് വധേരക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇറ്റലിയിൽ നിന്ന് അറിയിപ്പ് കിട്ടണം. ഇറ്റലിയിൽ നിന്ന് അറിയിപ്പ് കിട്ടി കേരളത്തിലെ സഭ പറയണം. മനസ്സിലായോടോ? കേരളത്തിലെ സഭ പറഞ്ഞാലാണ് ഇറ്റലി വരുള്ളൂ. ഇറ്റലി പറഞ്ഞാലാണ് വധേര സമ്മതിക്കുള്ളൂ. വധേര പറഞ്ഞാലേ രാഹുലും പ്രിയങ്ക ഇറങ്ങുള്ളൂ. കളി പോന്ന് നോക്ക്. ഇവിടെ ഉമ്മൻചാണ്ടി ആരെയും കേരളത്തിൽ കൂടെ കളിച്ചിട്ടുവാണ്ട് എന്താ കിട്ടി? ഈ സാമ്പത്തിക നഷ്ടം വന്നവർക്കൊക്കെ പൊളിഞ്ഞവർക്ക് ആത്മഹത്യ വെക്കുള്ള ജനങ്ങൾ ക്രിസ്തുമത്തിലേക്ക് ചേർന്ന് കഴിഞ്ഞാലോ എത്ര ലക്ഷം കടം തീർക്കും. അങ്ങനെ രഹസ്യമായിട്ട് ചിലതൊക്കെ നടത്തിയിട്ടുണ്ട്, ഇപ്പോഴുണ്ടേ. അതൊക്കെ മാറ്റം വന്നത് ഈ ചില ഗവൺമെൻറ് മാറ്റമൊക്കെ വന്ന ശേഷമാണ്. ഇല്ല, ഒരു കാര്യം പറയുക, ആരും വിഡ്ഢിയാക്കിയിരിക്കണം. നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്താം. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.